എല്ലാ പ്രവാസികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? ആദ്യമായിട്ട് പ്രവാസി പെൻഷൻ. 2 വർഷം പ്രവാസിയായിരുന്ന ഏതൊരാൾക്കും അവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ വേണമെങ്കിലും പ്രവാസി പെൻഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ ഓരോ മാസവും 8000 രൂപ വരെ പെൻഷനായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് പ്രവാസി ID കാർഡ്. ഈ കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്യുന്നതടക്കം പല സ്ഥലങ്ങളിലും ഒരു പ്രിവിലേജ് കാർഡായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായി പ്രവാസി രക്ഷാ ഇൻഷുറൻസ്. ഈ കാർഡ് വർഷത്തിൽ വെറും 699 രൂപ മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് 2 ലക്ഷം വരെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വിദേശത്തുള്ളവർക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നാലാമതായി സാന്ത്വനം പദ്ധതി. ഈ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ മാരേജ് അസിസ്റ്റൻസ്, ഡെത്ത് അസിസ്റ്റൻസ്, ട്രീറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി 50,000 രൂപ വരെ സഹായമായി ലഭിക്കുന്നതാണ്. വെറും രജിസ്ട്രേഷൻ കൊണ്ട് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. അടുത്തതായി കാരുണ്യം പദ്ധതി. ഒരുപാട് കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 18% സബ്സിഡിയോടുകൂടി ബിസിനസ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. ഈ സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണത്തിന് കീഴിലുള്ള പ്രവാസി കേന്ദ്രയിലാണ്. മിക്ക പ്രവാസി സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുമല്ലോ.